റാം നാരായൺ റാം വിദ്യാഭ്യാസ വ്യവസ്ഥയെ എങ്ങനെ മാറ്റാമെന്നും പഠനത്തിൽ കുട്ടികളുടെ ശ്രദ്ധ എങ്ങനെ കേന്ദ്രീകരിക്കാമെന്നും പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം ആണ്. ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം പ്രകൃതിയാധാരിതമല്ല, എന്നാൽ അതിനെ പ്രകൃതിയധിഷ്ഠിതമാക്കിയിരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങിയവരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടത് മാനവനിർമ്മിത വിദ്യാഭ്യാസവുമാണ്. എന്നാൽ ഈ സമ്പൂർണ്ണ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലിരിക്കേണ്ടത് പ്രകൃതിയായിരിക്കണം. ഒരു കുട്ടി ആദ്യമായി സ്കൂളിൽ പോകുന്ന ദിവസം മുതൽ തന്നെ അധ്യാപകർ അവന് ധ്യാനം ചെയ്യാൻ പഠിപ്പിക്കണം. കുട്ടികൾ ആദ്യ ദിവസം മുതൽ തന്നെ ധ്യാനം ചെയ്യാൻ തുടങ്ങുന്നുവെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരുതരം തുലനവും ശാസനയും വളരാൻ തുടങ്ങും. അത് ജീവിതം മുഴുവൻ അവർക്കൊപ്പം ഇരിക്കും. എല്ലാ സ്കൂളുകളിലും ഇത് നിർബന്ധമാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ആദ്യ ഗുരുക്കന്മാർ അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ടുതന്നെ മാതാപിതാക്കൾ ആദ്യം ധ്യാനം ചെയ്യാൻ പഠിക്കണം. പിന്നീട് അവരുടെ കുട്ടികളെയും അതിന് പരിശീലിപ്പിക്കണം. ഓരോ വ്യക്തിയും പ്രകൃതിയുടെ മഹത്വം മനസ്സിലാക്കുകയും അതിൻ്റെ അറിവ് തൻ്റെ കുട്ടികൾക്കും നൽകുകയും വേണം. ഒരു കുട്ടി ധ്യാനം ചെയ്താൽ അവൻ്റെ ഉള്ളിൽ ഏകദേശം 200 കോടി ആത്മാക്കളെ ശാന്തമാക്കാൻ കഴിയും. അതോടെ അവൻ്റെ മനസ്സും സ്ഥിരതയിലാകുന്നു. സ്കൂളുകളിൽ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥന നടക്കുന്നതുപോലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുട്ടികളെ ധ്യാനത്തിലേക്ക് നയിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. മാതാപിതാക്കളും അവരുടെ കുട്ടികളെ ധ്യാനം ചെയ്യാൻ പ്രേരിപ്പിക്കണം. എങ്ങനെയെങ്കിൽ വിശക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതുപോലെ ഈ 200 കോടി ആത്മാക്കളെയും നിയന്ത്രിക്കുവാൻ ധ്യാനം ആവശ്യമുണ്ട്. നാം രാജാക്കന്മാരാണ്. നമ്മുടെ വിവേകം നമ്മുടെ പ്രധാനമന്ത്രി മനസ്സിൽ, അഥവാ 50 കോടി ആത്മാക്കളുള്ള അവിടത്തിൽ നമ്മുടെ സൈനികരാണ്. ഇവയെല്ലാം നിയന്ത്രണത്തിൽ ഇല്ലെങ്കിൽ അവ നമ്മിനെതിരായി തിരിയുമെന്നും അതിനാൽ ആദ്യം തന്നെ നമ്മുടേതായ വിവേകത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ മതി. അതിനുപരി ധ്യാനം ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ 50 കോടി ആത്മാക്കൾ ഉണ്ട്. അവയാണ് അവൻ്റെ വിവേകം, മനസ്സ്, ബോധം, ഹൃദയം, തലയ്ക്ക് ഉള്ളിലെ മസ്തിഷ്കം. ഈ ഘടകങ്ങൾ എല്ലാം ആരോഗ്യമുള്ളവയായാൽ മാത്രമേ വ്യക്തിയും ആരോഗ്യമുള്ളവനായി നിലകൊള്ളൂ. അധ്യാപകർ ഓരോ കുട്ടിയെയും സ്വന്തം മകനെപ്പോലെയോ മകളെപ്പോലെയോ പരിഗണിച്ച് അതുപോലെ ശ്രദ്ധയും കാട്ടണം. കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് പ്രകൃതിയുടെ മഹത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമായിരിക്കണം. അങ്ങനെ ഓരോ കുട്ടിയും പഠിക്കാൻ കഴിയുന്നവനാവും. അവരെ ജാതി മതഭേദങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളർത്തേണ്ടതുണ്ട്. ഇത് കൂടാതെ മിഡ് ഡേ മീലിൽ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്നതും കാണാം. സർക്കാർ വിദ്യാഭ്യാസം പൂർണ്ണമായി സൗജന്യമായി ആക്കിയാൽ ഒരു കുട്ടിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. സ്കൂളുകളിൽ ധ്യാനം നിർബന്ധമാക്കേണ്ടതുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ധ്യാനം ചെയ്യാൻ പഠിപ്പിച്ചാൽ മറ്റ് കുട്ടികളും അയൽക്കാരും അത് കണ്ട് പഠിക്കും. ധ്യാനം ചെയ്യുന്നത് വിശപ്പ് കുറയ്ക്കുന്നു. അതിന് ഒരു തരത്തിലുള്ള ചെലവും ഇല്ല. അതിനാൽ എല്ലാവരും ധ്യാനം നിർബന്ധമായും ചെയ്യണം.